നമ്മുടെ ഈ ഒരു ലോകം മുഴുവനും ലോക്ക്ഡൗൺ ആവുന്ന രീതിയിൽ ഒരുപാട് വൈറസ് ഇൻഫെക്ഷൻസ് നമ്മുടെ ഭൂമിയിൽ വന്നിട്ടുണ്ടല്ലേ. എന്നാൽ ഇത്തവണ നമ്മുടെ ഭൂമിയിലല്ല ഈ വലിയ വൈറസ് ഇൻഫെക്ഷൻ വന്നിരിക്കുന്നത്, അങ്ങ് സൂര്യനിലാണ്. നീ എന്താടാ ഈ പറയുന്നത് എന്നായിരിക്കും നിങ്ങളിപ്പോ ചിന്തിച്ചതല്ലേ. എന്തായാലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെയുണ്ടാവും? അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതെ, നമ്മുടെ സൂര്യനെ തിന്ന് ഇല്ലാതാക്കുന്ന ഏലിയൻ ആയിട്ടുള്ള ചില അണുക്കൾ. നമ്മുടെ സൂര്യനെ മാത്രമല്ല, ലോകത്തിൽ വേറെയും ഒരുപാട് സൂര്യന്മാരുണ്ട്. അവരെല്ലാം തിന്ന് തീർക്കാണ് ഈ അണുക്കൾ. അപ്പോഴെന്താണ് ഈ അണുക്കൾ? ഇവയിൽ നിന്ന് നമ്മുടെ ലോകത്തിനെ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും? ഇത് തേടി ചെറിയൊരു ടീം സയന്റിസ്റ്റുകൾ കോടാനുകോടി കിലോമീറ്റർ അപ്പുറത്തുള്ള മറ്റൊരു ഗാലക്സിയിലേക്ക് പോവാണ്. അവിടെ വെച്ച് അവർ കണ്ടുപിടിച്ച രഹസ്യങ്ങൾ എന്താണ്? ശരിക്കും എന്താണ് ഈ ഏലിയൻ അണുക്കൾ? ഇതൊക്കെയാണ് ഈ കഥയിലൂടെ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പൊ നേരെ കഥയിലേക്ക് പോവുകയല്ലേ. വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ കാണിക്കുന്നത് ഒരു സ്പേസ് ഷിപ്പിൽ വെച്ച് കണ്ണ് തുറക്കുന്ന നമ്മുടെ കഥാനായകനായിട്ടുള്ള റൈലാൻ ഗ്രേസിനെ കാണിച്ചുകൊണ്ടാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ക്രയോസ്ലീപ്പിലായിരുന്നു ഈ റൈലാൻ ഗ്രേസ്. ഉണർത്തേണ്ട സമയം വന്ന സമയത്ത് ആ ഒരു സ്പേസ് ഷിപ്പിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിന്റെ പേര് മേരി എന്നാണ്. മേരി ഇപ്പോൾ അവന് ഉണർത്തിയിട്ടുണ്ട്. എന്നാൽ ഉണർന്ന സമയത്ത് റൈലാൻഡിന് യാതൊരു ഓർമ്മയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവന്റെ താടിയും മുടിയും ഇതെല്ലാം വളർന്നു നിൽക്കുകയാണ്. പെട്ടെന്ന് ഉണർന്നത് കൊണ്ട് തന്നെ അവനാകെ പരിഭ്രാന്തനായിട്ട് അവിടുന്ന് എഴുന്നേറ്റ് ഓടാൻ നോക്കുകയാണ്. എന്നാൽ ആ ഒരു റോബോട്ടിക് ആം അവനെ പിടിച്ചുകൊണ്ടുവന്ന് പിടിച്ചിരുത്തിയിട്ട് പറയാണ്, നിനക്ക് കുറച്ച് സമയം വേണം, എന്നാൽ മാത്രമേ നിനക്ക് നിന്റെ ഓർമ്മകൾ തിരിച്ചെടുക്കാനും അതുപോലെ തന്നെ കൈകാലുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും കഴിയുള്ളൂ. നീ കുറച്ചു നേരം ഒന്ന് ക്ഷമിച്ചിരിക്കുന്നു പറയണം. അങ്ങനെ അല്പസമയം കഴിഞ്ഞു. ഇപ്പൊ റൈലാൻഡ് അവന്റെ കൂടെ വന്നവരെ പോയി നോക്കിയപ്പോ അവരെല്ലാവരും മരിച്ചു കിടക്കുകയാണ്. ആകെ ജീവനോട് ബാക്കിയുള്ളത് ഇവൻ മാത്രമാണ്. ഇതിനുശേഷം റൈലാൻഡ് അവിടെ മുഴുവനായിട്ടും ഒന്ന് അരിച്ച് പരിശോധിക്കുകയാണ്. ആ സമയത്താണ് ഞെട്ടിപ്പിക്കുന്ന ആ കാഴ്ച അവൻ കാണുന്നത്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു ജനാല, അതിന്റെ ഗ്ലാസിനപ്പുറത്ത് എന്താണെന്ന് അവൻ കണ്ടു കേട്ടോ. അതായത് ഇത് ഭൂമിയിലല്ല, സ്പേസിലാണ്. സ്പേസിലൂടെയാണ് അവനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സത്യം അവൻ മനസ്സിലാക്കി ആകെ ഞെട്ടിപ്പോവാണ്. ഇപ്പൊ ആ ഒരു സ്പേസ് ഷിപ്പ് കാണിക്കുകയാണ്. സ്പേസിലൂടെ അതങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. മാത്രമല്ല റൈലാൻ ചുറ്റും നോക്കുന്ന സമയത്ത് അവിടെയുള്ള പല കാര്യങ്ങളും അതെന്താണെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. അതിന്റെ പേരുകൾ വരെ അവന് ഓർമ്മ വരികയാണ്. അതോടെ റൈലാൻഡിന് ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഒരു സാധാരണ ആളല്ല, ഞാനൊരു സയന്റിസ്റ്റ് ആണ്. എങ്ങനെയെങ്കിലും ഓർമ്മകൾ തിരിച്ചു പിടിക്കണം. ഇപ്പൊ അവൻ പോയ ഒരു റൂമിൽ നമ്മുടെ ഭൂമി എങ്ങനെയാണോ അതിന്റെ ആ ഒരു ഭയങ്കര ക്വാളിറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആ ഒരു റൂമിൽ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അതിനുശേഷം റൈലാൻ അവന്റെ ബാഗ് തപ്പി കണ്ടുപിടിക്കുകയാണ്. അതായത് അവന്റെ വസ്തുക്കൾ വെച്ച സ്ഥലം, അവിടെ നിന്നും അവന്റെ ഡ്രസ്സ് എടുത്ത് ധരിക്കുന്നുണ്ട്. പിന്നീട് ഈ സ്പേസ് ഷിപ്പിനെ നിയന്ത്രിക്കുന്ന ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടല്ലോ മേരി, അതിനോട് പോയിട്ട് റൈലാൻ സംസാരിക്കുകയാണ്. അതായത് ഇവിടെ എന്ത് നടക്കുകയാണെങ്കിലും അത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു ഷിപ്പിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഇപ്പൊ മേരി പറയാണ്, ക്യാപ്റ്റൻ എന്നൊരാൾ ഇപ്പൊ നിലവിൽ ജീവനോടെ ഇല്ല, അദ്ദേഹം മരണപ്പെട്ടു പോയി. അതുകൊണ്ട് ഈ സ്പേസ് ഷിപ്പിന്റെ ക്യാപ്റ്റൻ ഇനി നിങ്ങളാണെന്ന് പറയാണ്. ഓഹോ, ഞാനാണ് ക്യാപ്റ്റൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതാണ് എന്റെ ആദ്യത്തെ കമാൻഡ്, എത്രയും പെട്ടെന്ന് ഈ സ്പേസ് ഷിപ്പ് ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുപോവാ. എന്നാൽ ഒരു കാരണവശാലും ആ കമാൻഡ് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് മേരി പറയാണ്. മേരി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അതൊരു മനുഷ്യനല്ല, അതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റമാണ്. പിന്നീട് റൈലാൻ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് കത്തി ജ്വലിച്ച് നിൽക്കുന്ന സൂര്യനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വേറെയും കുറച്ച് അവിടെ ഗ്രഹങ്ങളും കാണുന്നുണ്ട്. ഈ സമയത്ത് റൈലാൻ പറയാണ്, എന്നാൽ എനിക്ക് ഭൂമിയിലേക്ക് ഒരു കോള് ചെയ്യണം, അതിനുള്ള സംവിധാനം നീ തയ്യാറാക്കുന്ന മേരിയോട് പറയാണ്. എന്നാൽ മേരി പറയാണ്, അതത്ര എളുപ്പമല്ല. നിങ്ങൾ ഇവിടെ നിന്ന് ഒരു മെസ്സേജ് ഭൂമിയിലേക്ക് അയച്ചാൽ അത് അവിടെ എത്താനായിട്ട് ഏകദേശം 12 വർഷം എടുക്കും. പിന്നീട് അവിടെ നിന്നും ഒരു റീപ്ലേ ഇങ്ങോട്ടേക്ക് തിരിച്ചെത്താനായിട്ട് വീണ്ടും 12 വർഷം എടുക്കും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒന്ന് സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് ഏകദേശം 24 വർഷം വേണമെന്ന് പറയണം. ഇത് കേട്ട സമയത്ത് റൈലാൻഡ് ആകെ ഞെട്ടിപ്പോയി. എന്ത് 24 വർഷമോ? അപ്പൊ ഞാൻ ഈ കാണുന്നത് നമ്മുടെ സൂര്യനല്ലേ? അല്ല എന്ന് മേരി പറയാണ്. അതായത് ഇപ്പൊ റൈലാൻഡും അവന്റെ ആ ഒരു സ്പേസ് ഷിപ്പും ഉള്ളത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലല്ല, മറ്റേതോ ഒരുപാട് പ്രകാശവർഷം അകലെയുള്ള മറ്റൊരു സോളാർ സിസ്റ്റത്തിലാണ് ഇവരിപ്പോ നിൽക്കുന്നത്. വേഗം തന്നെ പോയി റൈലാൻ ഫ്യൂലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഫ്യൂല് വെച്ച് ഇവിടുന്ന് ഭൂമിയിലേക്ക് തിരിച്ചു പോകാനൊന്നും കഴിയില്ല. ഇനി അഥവാ പതിയെ പതിയെ പോവുകയാണെങ്കിൽ തന്നെ 150 വർഷം എടുക്കും ഭൂമിയിലെത്താൻ. അവനാകെ തല കറങ്ങുന്നത് പോലെ തോന്നുകയാണ്. അതുപോലെ തന്നെ ഭൂമിയിൽ നടന്ന ചില കാര്യങ്ങൾ അവനിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. റൈലാൻ വിചാരിച്ചതുപോലെ തന്നെ അവൻ സാധാരണ ഒരാളല്ല, ഒരു സയന്റിസ്റ്റ് ആണ്. മൊളിക്കുലാർ ബയോളജി, അതിൽ ഭയങ്കരമായ അറിവുണ്ട് അവന്. മാത്രമല്ല അന്ന് ഭൂമിയിൽ വല്ലാത്തൊരു പ്രശ്നം എല്ലാവരും നേരിടുന്നുണ്ടായിരുന്നു. അതായത് സൂര്യന് ചുറ്റും കറുത്ത നിറത്തിൽ ഒരു പ്രത്യേകതരം പൊടിപടലങ്ങൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സയന്റിസ്റ്റുകൾ ആ പൊടിപടലം അതെന്താണെന്ന് കണ്ടുപിടിച്ച് അതിനൊരു പേരും വെച്ചു, ആസ്ട്രോഫേജ്. അതുപോലെ തന്നെ റൈലാൻ വെറൊരു സയന്റിസ്റ്റ് മാത്രമായിരുന്നില്ല, അതിന്റെ കൂടെ ഒരു ടീച്ചർ കൂടിയായിരുന്നു. ഇപ്പൊ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ച് ഈ ആസ്ട്രോഫേജ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് റൈലാൻ അവന്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പൊടിപടലമാണ് നമ്മളെ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ഭൂമിയുടെ ചുറ്റുമല്ല, സൂര്യന് ചുറ്റും ആ ഒരു പൊടിപടലം വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്. ഭൂമിയിലേക്ക് വരുന്ന പ്രകാശത്തിന്റെ അളവ് ഇത് കാരണം വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ചില പ്രത്യേക സമയങ്ങളിൽ ഈ പൊടിപടലങ്ങൾ ശുക്രൻ എന്ന ഗ്രഹത്തിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് വർഷങ്ങൾ ഇതിങ്ങനെ തുടർന്നു പോയി കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് ഒട്ടും തന്നെ പ്രകാശം വരാതെയാവും. ഭൂമിയിലെ ടെമ്പറേച്ചർ വളരെ ക്രമാതീതമായിട്ട് കുറഞ്ഞ് ഇവിടെ മുഴുവൻ
മുഴുവനായിട്ടും ഐസായി മാറും. എന്നാൽ നിങ്ങൾ ആരും പേടിക്കേണ്ട കേട്ടോ, നമ്മുടെ സയന്റിസ്റ്റുകൾ ഇതിനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഇവിടെ സീൻ കട്ടാവാണ്, പ്രസന്റിൽ വീണ്ടും കാണിക്കുകയാണ്. അതായത് റെയ്ലാൻഡിന്റെ മുടിയും താടിയൊക്കെ ആകെ വളർന്നു നിൽക്കാനുള്ളൂ, അതെല്ലാം ഒന്ന് വെട്ടിയൊതുക്കി ആളൊന്ന് വൃത്തിയായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ ഇവർക്ക് കഴിക്കാൻ കൊണ്ടുവന്ന ആ ഒരു ഫുഡിന്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി മദ്യമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം റെയ്ലാൻഡ് എടുത്ത് കഴിച്ച് കുറച്ചു നേരം ബോധമില്ലാതെ അങ്ങനെ കിടക്കുകയാണ്. അതായത് ഒറ്റയ്ക്കായിട്ട് വല്ലാത്തൊരു നിരാശ, ഏകാന്തത അവന് ഫീൽ ആവുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ പ്രാന്ത് പിടിക്കാൻ തുടങ്ങി. ഇപ്പൊ റെയ്ലാൻഡ് എന്താക്കി, അവന്റെ കൂട്ടത്തിൽ വന്നവരുടെ ഡ്രസ്സ് ഉണ്ടല്ലോ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കെട്ടി ഒരു പാവ് പോലെ ആക്കിയെടുക്കുകയാണ്, കൂടെ ഒരാളുണ്ട് എന്നൊരു തോന്നൽ വരാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് പഴയ ചില കാര്യങ്ങൾ അവന് വീണ്ടും ഓർമ്മ വരികയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, റെയ്ലാൻഡ് ഒരു സാധാരണ ടീച്ചറാണ്. ഒരു ദിവസം ക്ലാസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവനെ കാണാനായിട്ട് ഒരു ലേഡി വരികയാണ്. അവരുടെ പേര് ഇവ സ്ട്രാറ്റ് എന്നാണ്. ഇവ വന്നപാട് തന്നെ റെയ്ലാൻഡിനെ പരിചയപ്പെടുന്നുണ്ട്. അവനോട് കാര്യങ്ങൾ പറയാണ്. ഞാൻ നാസയിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലോകം, ഈ ഭൂമി വലിയൊരു പ്രശ്നം നേരിടാൻ വേണ്ടി പോവാണ്. തീർച്ചയായിട്ടും ഞങ്ങളെ നിങ്ങളൊന്ന് വന്ന് സഹായിക്കണം എന്ന് പറയണം. എന്നാൽ ഒറ്റയടിക്ക് ഈവ ഇങ്ങനൊരു കാര്യം വന്ന് പറഞ്ഞ സമയത്ത് റെയ്ലാൻഡ് പറയണ, അയ്യോ അതിന് മാത്രമുള്ള ബുദ്ധിയും വിവരമൊന്നും എനിക്കില്ല കേട്ടോ, വലിയ വലിയ ചുമതലയൊന്നും എടുത്തതിന്റെ തൊള്ളു വെക്കല്ലേ, എന്തായാലും നിങ്ങൾ മറ്റൊരാളെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് റെയ്ലാൻഡ് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ അവന്റെ പിന്നാലെ തന്നെ വന്ന ഈവ ആ കാര്യം പറയാണ്. അതായത് സൂര്യനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ആസ്ട്രോഫേജ് അതിപ്പോ കുറെയൊക്കെ ശുക്രനിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ചില സാറ്റലൈറ്റുകൾ അങ്ങോട്ടേക്ക് ചെന്ന് അതിന്റെ ചില സാമ്പിളുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ പോയാൽ നമ്മുടെ ഭൂമി പൂർണ്ണമായിട്ടും തണുത്തുറഞ്ഞു പോകും. സൂര്യനിൽ നിന്നും ഇങ്ങോട്ടേക്ക് പ്രകാശം വരില്ല. ഈ ആസ്ട്രോഫേജിനെ എങ്ങനെയെങ്കിലും തടുക്കണം. എങ്ങനെ തടുക്കുമെന്ന് ഞങ്ങൾക്കാർക്കും യാതൊരു ഐഡിയ ഇല്ല. നിങ്ങൾ പബ്ലിഷ് ചെയ്ത ഒരുപാട് പേപ്പേഴ്സും റിസർച്ചും ഇതെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. മോളിക്കുലർ ബയോളജിയിൽ നിങ്ങൾക്ക് നല്ല അറിവുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങളുടെ സഹായം ചോദിക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞപ്പോൾ അവസാനം റെയ്ലാൻഡ് കൂടെ വരാൻ സമ്മതിക്കുകയാണ്. അങ്ങനെ നാസയുടെ ആ ഒരു റിസർച്ച് ലാബിലേക്ക് റെയ്ലാൻഡിനെ ഇവർ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ ലാബിലേക്ക് എത്തി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റൂമിലേക്ക് നമ്മുടെ റെയ്ലാൻഡ് കയറുകയാണ്. അവന് വേണ്ടി മാത്രം പഠിക്കാനായിട്ട് കുറച്ച് ആസ്ട്രോഫേജിന്റെ സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ആരും ആ ഒരു മുറിയിലേക്ക് ഇതുവരെയായിട്ടും കയറിയിട്ടില്ല കേട്ടോ. പിന്നീട് റെയ്ലാൻഡ് ഉള്ളിലേക്ക് കയറി ചില പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പുറത്തുനിന്ന് ഒരു കണ്ണാടിയിലൂടെ എല്ലാവരും ഇത് നോക്കുന്നുണ്ട്. എന്തായാലും പിന്നീട് റെയ്ലാൻഡ് നടത്തിയ ആ ഒരു പരീക്ഷണത്തിൽ ഞെട്ടിക്കുന്ന ആ സത്യം അവൻ കണ്ടുപിടിക്കുകയാണ്. അതായത് ആസ്ട്രോഫേജ് എന്ന് പറഞ്ഞ ഈ സാധനം ഉണ്ടല്ലോ, ഇത് വെറും ഒരു പൊടിപടലൊന്നുമല്ല, ജീവനുള്ള ഒരു ഏലിയൻ സ്പീഷീസ് ആണിത് എന്ന് കരുതി നമ്മൾ പേടിച്ചതുപോലെ നമ്മളെ വന്ന് വെടിവെച്ച് കൊല്ലുന്നതും അല്ലെങ്കിൽ ബോംബിട്ട് കൊല്ലുന്നതും അങ്ങനെയുള്ള ഒരു ഏലിയൻ സ്പീഷീസ് ഒന്നും അല്ല. ഇത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ശരീരമാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് ലൈറ്റ് ആണ്. പക്ഷേ ഈ ജീവികൾ സൂര്യനിൽ നിന്നും ഈ വെളിച്ചം സ്വീകരിച്ച്, അതായത് അത് ഫുഡാക്കി മാറ്റിയതിനു ശേഷം എന്തിനാണ് ശുക്രനിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. റെയ്ലാൻഡ് കണ്ടുപിടിച്ച കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയത്ത് ഈവ വന്നിട്ട് റെയ്ലാൻഡിനോട് ഒരു കാര്യം പറയണം. അതായത് ആസ്ട്രോഫേജ് അതാണ് ഭൂമിയിലേക്ക് വരുന്ന ആ വെളിച്ചത്തെ തടുക്കുന്നതും. ഇത് വലിയൊരു പ്രശ്നമായി മാറും എന്നുള്ള കാര്യം ഞങ്ങളുടെ സയന്റിസ്റ്റ് ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. പക്ഷേ അതിന് ജീവനുണ്ട് എന്നുള്ള കാര്യം അത് നിങ്ങളാണ് കണ്ടുപിടിച്ചത്. ഇതൊരു ചെറിയ കാര്യമല്ല റെയ്ലാൻഡ്. എന്തായാലും നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിങ്ങൾക്ക് പോകാന്ന് പറയണം. എന്നാൽ റെയ്ലാൻഡ് പറയാണ്, ഇത്രയും വലിയൊരു പ്രശ്നം അത് മനസ്സിലാക്കിയിട്ട് ഇത് ഇവിടെ ഇട്ട് പോയാൻ എന്നെ കൊണ്ട് കഴിയില്ല. നിങ്ങളുടെ കൂടെ എനിക്കും വർക്ക് ചെയ്യണം. നമ്മുടെ സൂര്യനെ നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടുത്താന്ന് പറയണം. ഇതിന് ഓക്കെ ആണെന്ന് ഈവ പറയാണ്. അതായത് അവര് സ്പേസിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന ആസ്ട്രോഫേജിന്റെ ഒരു 3 സാമ്പിൾ ഇപ്പോൾ റെയ്ലാൻഡിന് ഇവർ കൊടുക്കുകയാണ്. മാത്രമല്ല ഈ ഒരു പരീക്ഷണത്തിൽ അവനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരാളെയും ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ റെയ്ലാൻഡിന്റെ അസിസ്റ്റന്റും റെയ്ലാൻഡ് കൂടി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ഇവർക്ക് കൊടുത്ത ആ റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ ഒരു പ്രത്യേക രീതിയിൽ ചില ലാബുകളൊക്കെ സെറ്റ് ആക്കുകയാണ്. അതായത് ചെറിയൊരു ബോക്സിൽ ഈ ആസ്ട്രോഫേജിന്റെ 3 സാമ്പിളുകൾ വെക്കുന്നുണ്ട്. അതിലേക്ക് വ്യക്തമായ രീതിയിൽ പ്രകാശം കടക്കാനുള്ള സംവിധാനം ആക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു വലിയ ബോക്സിൽ ശുക്രൻ എന്ന ഗ്രഹം ഉണ്ടല്ലോ, ആ ഗ്രഹത്തിന്റെ അതുപോലെ തന്നെയുള്ള അറ്റ്മോസ്ഫിയർ ഇവരവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഇതിനുശേഷം ഈ ആസ്ട്രോഫേജ് ഉണ്ടല്ലോ അതിലേക്ക് ചെറുതായിട്ട് ഇവർ വെളിച്ചം അടിച്ചു കൊടുക്കുന്ന സമയത്ത് ആ വെളിച്ചത്തിനെ ഭക്ഷണമാക്കി നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ ആസ്ട്രോഫേജ് നേരെ പോകുന്നത് ശുക്രൻ എന്ന ആ ഒരു ഗ്രഹത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്ത ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്കാണ്. പിന്നീട് പെട്ടെന്ന് തന്നെ ഈ ആസ്ട്രോഫേജുകളെ കാണാതാവുന്നുണ്ട്. വേഗം തന്നെ റെയ്ലാൻഡ് റൂം മുഴുവനായിട്ടും ക്ലോസ് ആക്കാൻ പറയാണ്. ഒരു തരി വെളിച്ചം പോലും കടക്കാത്ത രീതിയിൽ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തു. ഫുള്ളായിട്ട് ഇരുട്ടാണിപ്പോ. പിന്നീട് ഇൻഫ്രാറെഡ് റേസ് ഉപയോഗിച്ചുകൊണ്ട് റെയ്ലാൻഡ് ആ ഒരു ആസ്ട്രോഫേജിനെ കണ്ടുപിടിക്കുന്ന സമയത്ത് അവനാകെ ഞെട്ടിപ്പോവാണ്. കാരണം ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത് 3 ആസ്ട്രോഫേജിനെയല്ല 4 എണ്ണത്തിനെയാണ്. അതായത് വെളിച്ചത്തെ ഭക്ഷണമാക്കിയതിനു ശേഷം ശുക്രൻ എന്ന ഗ്രഹത്തിലേക്ക് ഇവറ്റകൾ പോകുന്നത് സ്പ്ലിറ്റ് ചെയ്യാനാണ്. അതിലൂടെ ഇതിന്റെ എണ്ണത്തെ വർദ്ധിപ്പിക്കാനാണ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സൂര്യന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിന്റെ എണ്ണം ക്രമാതീതമായിട്ട് ഇൻഫിനിറ്റ് എമൗണ്ടിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റെയ്ലാൻഡ് കണ്ടുപിടിച്ച ഞെട്ടിക്കുന്ന ഈ ഒരു വിവരം വേഗം തന്നെ ഈവയെ അറിയിക്കുകയാണ്. അധികം വൈകാതെ ഈവ റെയ്ലാൻഡിനെ കൂട്ടാനായിട്ട് ഒരു ജെറ്റിനെ അയക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതുവരെ വിമാനത്തിൽ പോലും കയറാത്ത റെയ്ലാൻഡ് ആദ്യമായിട്ട് കയറുന്നത് ഒരു
ജെറ്റിലാണ്. അതിന്റെ ആ ഒരു വേഗതയിൽ അവനാകെ പേടിച്ചു പോവാണ്. അങ്ങനെ അവസാനം അവനിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത് കടലിൽ, അതായത് പസഫിക് ഓഷ്യനിൽ നങ്കൂരിട്ടിരിക്കുന്ന വലിയൊരു കപ്പലിലേക്കാണ്. അവൻ അവിടെ വന്നിറങ്ങിയ പാട് തന്നെ ഇവ വരുന്നുണ്ട്, അവന് സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവനുമായിട്ട് നേരെ ചെല്ലുന്നത് ലോകത്തിലെ ഒരുപാട് സയന്റിസ്റ്റുകൾ ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മീറ്റിംഗ് ഹാളിലേക്കാണ്. ഇവ ഈ റെയ്ലാൻഡിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ ആസ്ട്രോഫേജിന് ജീവനുണ്ട് എന്ന് കണ്ടെത്തിയത് റെയ്ലാൻഡ് ആണ്. അതുപോലെ റെയ്ലാൻഡ് കണ്ടുപിടിച്ച ഈ പുതിയ കാര്യം, അതായത് ലൈറ്റിനെ ഭക്ഷണമാക്കി ശുക്രൻ എന്ന ഗ്രഹത്തിലേക്ക് ഇവറ്റകൾ പോകുന്നത് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. ഈ കാര്യമൊക്കെ ഈ സയന്റിസ്റ്റുകളോട് പറഞ്ഞ സമയത്ത് അവർ നന്നായിട്ട് അത് ഒബ്സർവ് ചെയ്ത് അത് ശരിയാണെന്ന് മനസ്സിലാക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചൈനീസ് സയന്റിസ്റ്റ് ഒരു കാര്യം പറയുന്നുണ്ട്, റെയ്ലാൻഡ് നമുക്കിനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ആസ്ട്രോഫേജുകൾ ഉണ്ടല്ലോ, ഇതിനെ കളക്ട് ചെയ്ത് ചില പ്രോസസ് എല്ലാം ചെയ്ത് ടോട്ടൽ അതിനെ ഒരു 25 ലക്ഷത്തോളം കിലോഗ്രാം ആക്കി മാറ്റണം. ഇത് കേട്ട റേ ആകെ ഞെട്ടിപ്പോണം. നിങ്ങൾ എന്തീ പറയുന്നേ? 25 ലക്ഷം കിലോ ആസ്ട്രോഫേജിനെ ഉണ്ടാക്കണമെന്നോ? എന്താണ് അതിന്റെ ആവശ്യം? ഇപ്പോഴാണ് ഈവ അവരുടെ ശരിക്കുള്ള പ്ലാൻ പറയുന്നത്. അതായത് ഞങ്ങളൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ പേരാണ് പ്രൊജക്ട് ഹെയിൽ മേരി. അതായത് നമ്മുടെ ഈ ഒരു സോളാർ സിസ്റ്റത്തിൽ മാത്രമല്ല ഈ ഒരു ആസ്ട്രോഫേജുകൾ നിറഞ്ഞിരിക്കുന്നത്, യൂണിവേഴ്സിൽ മുഴുവനായിട്ടും ഇതുപോലെയുള്ള ആസ്ട്രോഫേജുകൾ നിറഞ്ഞിരിക്കുകയാണ്. യൂണിവേഴ്സിന്റെ പല ഭാഗത്തുള്ള സൂര്യൻ, അതായത് നക്ഷത്രങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, ഒരെണ്ണം ഒഴികെ. ഭൂമിയിൽ നിന്നും 11 ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള ഈ കാണുന്ന സോളാർ സിസ്റ്റം, ആ സൂര്യന് ചുറ്റും ഈ ആസ്ട്രോഫേജുകൾ ഉണ്ടെങ്കിലും അവറ്റകൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഇവറ്റകളുടെ വളർച്ചയെ തടുക്കുന്ന എന്തോ ഒന്ന് അവിടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ്. എന്നിട്ട് എന്താണ് ആസ്ട്രോഫേജുകളെ തടുക്കുന്ന ആ കാരണമെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷേ ഇത്രയും ദൂരം യാത്ര ചെയ്യാനുള്ള ഫ്യൂലൊന്നും നമ്മുടെ കയ്യിലില്ല. പുതിയൊരു ഫ്യൂൽ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു ഫ്യൂലാണ് ആസ്ട്രോഫേജ്. ആസ്ട്രോഫേജിന്റെ ചില ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഈവ ഇപ്പോൾ റെയ്ലാൻഡിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പൊ റെയ്ലാൻഡ് പറയാണ്, അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയർ ബോംബിനേക്കാൾ ഡേഞ്ചർ ആണിത്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും ഇവിടെ വലിയൊരു എക്സ്പ്ലോഷൻ സംഭവിക്കാം. ഇപ്പൊ ഇവ പറയാണ്, അല്ല ഈ പരീക്ഷണങ്ങളൊക്കെ ഈ കടലിന്റെ നടുവിൽ വന്നിട്ട് ഞങ്ങൾ ചെയ്യാനുള്ള കാരണം അത് ഇതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല അങ്ങോട്ടേക്ക് ആ സോളാർ സിസ്റ്റത്തിലേക്ക് നമുക്ക് പോകാൻ മാത്രമേ കഴിയുള്ളൂ, തിരിച്ചു വരാൻ കഴിയില്ല. അതായത് ഇതൊരു സൂയിസൈഡൽ മിഷനാണ്. അതുകൊണ്ട് ആകെ ഇവിടുന്ന് പോകാൻ പോകുന്നത് 3 ആൾക്കാരാണ്. ഒരു പൈലറ്റ്, ഒരു എഞ്ചിനീയർ, ഒരു സയന്റിസ്റ്റ്. ഇവിടെ സീൻ കട്ടായി വീണ്ടും പ്രസന്റിൽ കാണിക്കുകയാണ്. അതായത് റെയ്ലാൻഡ് ഈ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ്. പക്ഷേ അവൻ ഇപ്പോഴും മനസ്സിലാവുന്നില്ല അവൻ എങ്ങനെയാണ് ഈ സ്പേസ് ഷിപ്പിൽ വന്നതെന്ന്. കാരണം ഈവ പറഞ്ഞ ആ ഒരു ലിസ്റ്റിൽ റെയ്ലാൻഡ് ഇല്ലായിരുന്നു. പിന്നീട് എങ്ങനെയാണ് ഞാൻ ഈ സ്പേസ് ഷിപ്പിലേക്ക് എത്തിയത്? എന്തായാലും ഇതിനുശേഷം റെയ്ലാൻഡ് അവിടെ മരിച്ചു കിടക്കുന്ന ഓരോ ആൾക്കാരുടെയും അടുത്തേക്ക് എത്തുകയാണ്. അതായത് ഒരു സമയത്ത് ഇവരൊക്കെ എന്റെ കൂട്ടുകാരായിരുന്നിരിക്കും, അവർക്ക് കൊടുക്കേണ്ട മര്യാദ കൊടുക്കണം. ഓരോ ആൾക്കാരുടെയും മൃതദേഹങ്ങൾ അവന് പറ്റുന്ന രീതിയിൽ സംസ്കരിച്ച് സ്പേസിലേക്ക് അവൻ പതിയെ പതിയെ തള്ളി മാറ്റുകയാണ്. മാത്രമല്ല അവരുടെ ആ ഒരു ബോഡി ഡിസ്പോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരോടൊരു കാര്യം അവൻ പറഞ്ഞായിരുന്നു, നമ്മൾ എന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്നത് അത് ഞാൻ പൂർത്തിയാക്കിയിരിക്കും. അങ്ങനെ ആ സ്പേസ് ഷിപ്പ് വീണ്ടും മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ്. പെട്ടെന്നാണ് മേരിയുടെ ഭാഗത്തു നിന്നും ഒരു മെസ്സേജ് കിട്ടുന്നത്. അതായത് ഇവർ തേടി വന്ന ആ ഒരു സോളാർ സിസ്റ്റത്തിലേക്ക് ഇവരെത്തിയിട്ടുണ്ട്. വേഗം തന്നെ പുറത്തേക്ക് നോക്കിയ റെയ്ലാൻഡ് ഞെട്ടിപ്പോവാണ്. കാരണം ആ ഒരു സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര മനോഹരമായിരുന്നു. ചുവപ്പും പിങ്കും കലർന്ന ഒരു പ്രത്യേക രീതിയിലുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സോളാർ സിസ്റ്റം. ഇവിടെയും കുറേയധികം ആസ്ട്രോഫേജിന്റെ ചെറിയ ചെറിയ പൊടിപടലങ്ങളുണ്ട്. പൊടിപടലല്ല, അതൊക്കെ ഒരു ജീവിയാണ്. എന്നാൽ അത് കാരണം ഇവിടെയുള്ള സൂര്യന് യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു സോളാർ സിസ്റ്റത്തിൽ ഈ ആസ്ട്രോഫേജിനെ തടുക്കുന്ന എന്തോന്നുണ്ട്, അത് വ്യക്തമാണ്. എന്നാൽ അവിടെ വെച്ച് റെയ്ലാൻഡിനെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു കാര്യമായിരുന്നു. ഇവന്റെ ഈ ഒരു സ്പേസ് ഷിപ്പ് അല്ലാതെ മറ്റൊരെണ്ണം കൂടെ അവിടെ ഉണ്ടായിരുന്നു. അതും വളരെ വ്യത്യസ്തമായ ഒരു ലുക്കിൽ കേട്ടോ. അപ്പൊ കഥയുടെ ബാക്കി കേൾക്കുന്നതിന് മുന്നേ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവര് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അതായത് ഈ സോളാർ സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ റെയ്ലാൻഡ് അവന്റെ സ്പേസ് ഷിപ്പിനെ കൂടാതെ മറ്റൊന്ന് അവിടെ കണ്ടു എന്ന് പറഞ്ഞല്ലേ, അത് കുറച്ചധികം ഡിഫറന്റ് ആയിരുന്നു. മാത്രമല്ല ഭയങ്കര വലുപ്പമായിരുന്നു അതിനുണ്ടായിരുന്നത്. പെട്ടെന്ന് പേടിച്ചത് കൊണ്ട് തന്നെ റെയ്ലാൻഡ് അവന്റെ ആ ഒരു ഷിപ്പിനെ ഇവിടെ നിന്ന് മാറ്റാൻ നോക്കുമ്പോൾ ആ ഷിപ്പ് ഉണ്ടല്ലോ അതിപ്പോ അവന്റെ അടുത്തേക്ക് വരികയാണ്. എങ്ങോട്ടേക്ക് പോയാലും അവന്റെ പിന്നാലെ തന്നെ ഈ ഒരു ഷിപ്പ് വരുന്നുണ്ട് കേട്ടോ. റെയ്ലാൻഡ് ആകെ പേടിച്ചു പോയി. ഇതേ നേരം ആ വലിയ ഭീമാകാരമായ ഷിപ്പിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു സാധനം അവന്റെ ആ ഷിപ്പിന് നേരെ വരികയാണ്. അതൊരു ബോംബായിരിക്കും എന്ന് കരുതിയിട്ട് റെയ്ലാൻഡ് ആദ്യം ഒന്ന് പേടിച്ചു പോവാണ്. എന്നാൽ സ്പേസ് ഷിപ്പിന്റെ ഒരു ഭാഗത്ത് തട്ടി അത് മറ്റൊരു ദിശയിലേക്ക് തെറിച്ചു പോവാണ്. എന്നാൽ വീണ്ടും അതുപോലെ തന്നെയുള്ള ഒരു സാധനം വീണ്ടും ആ വലിയ സ്പേസ് ഷിപ്പിൽ നിന്നും ഇവന്റെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ ഇത്തവണ അത് വരുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. എന്തായാലും അതെന്താണെന്ന് അറിയണല്ലോ. അതുകൊണ്ട് തന്നെ റെയ്ലാൻഡ് വേഗം തന്നെ സ്പേസ് സ്യൂട്ട് ധരിക്കുകയാണ്, സ്പേസിലേക്ക് ഇറങ്ങുകയാണ്. ആദ്യമായിട്ടാണ് അവൻ സ്പേസ് വാക്ക് നടത്താൻ പോകുന്നത്. അതിന്റെ ആ ഒരു എക്സ്പീരിയൻസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം കഷ്ടപ്പെടുകയാണ്. എന്നാലും ആ വലിയ സ്പേസ് ഷിപ്പിൽ നിന്ന് വന്ന ആ ഒരു സാധനം അവന് പെടുത്ത് നേരെ അവന്റെ ഷിപ്പിലേക്ക് വരികയാണ്. പിന്നീട് അതെന്താണെന്ന് അവൻ പരിശോധിക്കുന്നുണ്ട്, അത് തുറക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒരു കാരണവശാലും തുറക്കാൻ കഴിയുന്നില്ല. ഒരു വല്ലാത്തൊരു തരം സാധനം തന്നെ. പിന്നീട് എങ്ങനെയോ അബദ്ധവശാൽ അത് തുറന്ന സമയത്ത് മേരി പെട്ടെന്ന് തന്നെ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതായത് ഫോറിൻ ഒബ്ജക്ട് ഈ സ്പേസ് ഷിപ്പിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അതിനെ കളയണമെന്ന്. വേഗം തന്നെ റെയ്ലാൻഡ് എന്ത് ചെയ്തു, ചെറിയ ഈ ഗ്ലാസിന്റെ ഒരു കൂടുണ്ട്, അതിലേക്ക് വേഗം തന്നെ ഈ സാധനം കൊണ്ടുപോയി വെക്കുകയാണ്. പിന്നീട് ഒരു റബ്ബർ ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ളിൽ എന്താണെന്ന് അവൻ പരിശോധിക്കുകയാണ്. നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഉണ്ട പോലത്തെ ഒരു സാധനം പുറത്തേക്ക് വന്ന് അത് പെട്ടെന്ന് അങ്ങോട്ട് വലുതാവുകയാണ്. ഒന്നുമില്ല, ചെറിയൊരു മാപ്പായിരുന്നു അത്. അതായത് ആ ഏലിയൻസ് അവറ്റകൾ എവിടുന്നാണ് വന്നതെന്ന് നമ്മുടെ റെയ്ലാൻഡിന്
കാണിച്ചു കൊടുക്കാനുള്ള ഒരു മാപ്പായിരുന്നു അത്. അതായത് ഭൂമി ഇപ്പൊ ഉണ്ടല്ലോ, നമ്മളെക്കാൾ ഒരുപാട് ദൂരത്താണ് ഇവര്. അവിടെ നിന്നാണ് ഇവരിപ്പോ ഈ ഒരു സൂര്യന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ റെയ്ലാൻഡ് എന്താക്കി, നമ്മുടെ ഭൂമി നമ്മുടെ സൂര്യൻ എവിടെയാണെന്ന് ഒരു പ്രത്യേക രീതിയിൽ മാർക്ക് ചെയ്ത് ഈ സാധനം വീണ്ടും ആ വലിയ സ്പേസ്ഷിപ്പിലേക്ക്, അതായത് ഏലിയൻ സ്പേസ്ഷിപ്പിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ മറ്റൊരു വസ്തു അവന്റെ അടുത്തേക്ക് വീണ്ടും അവറ്റകൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. റെയ്ലാൻഡ് തുറന്നു നോക്കിയപ്പോൾ ഒരു പ്രത്യേകതരം സ്ട്രക്ചർ ആയിരുന്നു അത്. എന്തൊക്കെയോ ചില കാര്യങ്ങൾ മനസ്സിലായ റെയ്ലാൻഡ് ഈ വലിയ സ്പേസ്ഷിപ്പ് ഉണ്ടല്ലോ അതിനൊന്നിങ്ങനെ ചുറ്റും നടന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവന്റെ ഷിപ്പ് വെക്കുകയാണ്. ഇതേ നേരം ഏലിയൻ സ്പേസ്ഷിപ്പിന്റെ ഉള്ളിൽ നിന്നും നീണ്ട പാലം പോലെ ഒരു സാധനം വന്ന് അവന്റെ ഷിപ്പിൽ കണക്ട് ആവുന്നുണ്ട്. ഒരു ടണല് പോലെ നീണ്ട ഒരു സംഭവം. എന്തായാലും റെയ്ലാൻഡ് അതിനുള്ളിലൂടെ നേരെ നടന്ന് ആ ഏലിയൻ സ്പേസ്ഷിപ്പിന്റെ അടുത്തേക്ക് എത്തി. അതിന്റെ കണ്ണാടി പോലെയുള്ള ആ ഒരു വാതിലിന്റെ ഭാഗത്ത് എത്തി. ഇതിനി തുറക്കണോ വേണ്ടിയോ എന്ന ഒരു സംശയത്തിലാണ് അവൻ നിൽക്കുന്നത്. പെട്ടെന്ന് കല്ല് പോലെ കൈകളുള്ള എന്തൊരു സാധനം വന്ന് ആ ഗ്ലാസ്സിൽ തൊടുന്നുണ്ട്. റെയ്ലാൻഡ് പെട്ടെന്ന് പേടിച്ചുപോയി. മാത്രമല്ല ആ രൂപം അവനോട് പറയുന്നത് ഇവിടെ നിൽക്കേണ്ട, വേഗം തിരിച്ചുപോ എന്നാണ്. പറഞ്ഞതുപോലെ തന്നെ റെയ്ലാൻഡ് അവന്റെ ഷിപ്പിലേക്ക് തന്നെ വേഗം തിരിച്ചു പോകണം കേട്ടോ. ഇതിനുശേഷം ആ വലിയ ഏലിയൻ സ്പേസ്ഷിപ്പ് റെയ്ലാൻഡിന്റെ ആ ഒരു ഷിപ്പിനെ ഒന്ന് വട്ടം വെച്ച് വന്നതിന് ശേഷം മറ്റൊരു ഭാഗത്തേക്ക് ഈ ബ്രിഡ്ജ് ഇട്ടുകൊടുക്കുകയാണ്. വേഗം തന്നെ റെയ്ലാൻഡ് അവന്റെ ആ ഒരു ഡോർ തുറന്നപ്പോൾ വല്ലാത്തൊരു പ്രഷർ വരുന്നുണ്ട്. അവൻ തെറിച്ചുപോയി വീഴാണ്. പക്ഷെ അതിനുശേഷം ഏലിയൻ വെച്ചു കൊടുത്ത ആ ഒരു പാലം, അതൊരു ടണല് പോലെയായിരുന്നു. അതിലൂടെ അവൻ നേരെ ഉള്ളിലേക്ക് പോവാണ്. ഒരു പ്രത്യേകതരം കൺസ്ട്രക്ഷൻ. എന്തായാലും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഏലിയൻസ് തന്നെ ആയിരിക്കുമല്ലോ ഇതും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അങ്ങനെ ആ ടണലിലൂടെ വന്ന് ആ ഗ്ലാസ് ഇട്ട ഭാഗത്തേക്ക് അവൻ എത്തുകയാണ്. ഇതേ നേരം തന്നെ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഏലിയൻ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഒരു ഗ്ലാസിന്റെ അപ്പുറവും ഇപ്പുറവും ഇവര് രണ്ടുപേരും നിൽക്കുകയാണ്. അതായത് ആ ഒരു ഏലിയൻ കാണാൻ നമ്മുടെ മനുഷ്യരെ പോലെയൊന്നും അല്ല കേട്ടോ. ഒരു പ്രത്യേക രീതിയിൽ ഞണ്ടിനെ പോലെ രൂപസാദൃശ്യം ഉണ്ടെങ്കിലും അവരുടെ ശരീരം കല്ല് പോലെയായിരുന്നു. അതെന്തോ ഒന്ന് റെയ്ലാൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പേടിച്ചുപോയ റെയ്ലാൻഡ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ടൂൾ എടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ആ ഒരു ഏലിയൻ പേടിച്ചു പോവാണ്. അത് പേടിച്ചു എന്ന് മനസ്സിലായ റെയ്ലാൻഡ് വേഗം തന്നെ അവന്റെ ടൂൾ താഴേക്ക് വെക്കുന്നുണ്ട്. ഞാൻ കീഴടങ്ങി എന്ന രീതിയിൽ അവൻ കൈവന്തിക്കുകയാണ്. ഇതേ നേരം തന്നെ ആ ഏലിയനും കൈവന്തിക്കുന്നുണ്ട്. അതായത് റെയ്ലാൻഡ് എന്തൊക്കെ കാണിക്കുന്നു അതെല്ലാം ആ ഒരു ജീവി കാണിക്കുകയാണ്. അവൻ ചുമ്മാ ഡാൻസ് കളിക്കുമ്പോൾ അതുപോലെ തന്നെ ആ ഒരു ജീവിയും കളിക്കുകയാണ്. ഇതിനിടയിൽ അവന്റെ ആ ഒരു ഹെൽമെറ്റ് ഊരാൻ വേണ്ടി ഈ ജീവി പറയുന്നുണ്ട്. ഈ സമയത്ത് റെയ്ലാൻഡ് പറയുന്നത്, ഹെൽമെറ്റ് ഊരാൻ പറ്റില്ല, ഹെൽമെറ്റ് ഊരിയാൽ എനിക്ക് ശ്വാസം കിട്ടാതെയാവും, ഞാൻ എന്തായാലും പോയിട്ട് പിന്നെ വരാന്ന് പറഞ്ഞിട്ട് ആ ടണലിലൂടെ റെയ്ലാൻഡ് തിരിച്ചു പോകുന്ന സമയത്ത് ആ ഭിത്തിയിലേക്ക് ഒരു ചെറിയ ഈർപ്പം അവന് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു ഭാഗ്യ പരീക്ഷണം ചെയ്യാമെന്ന് കരുതിയിട്ട് അവൻ പതിയെ അവന്റെ ആ ഒരു ഹെൽമെറ്റ് ഊരുകയാണ്. ഹെൽമെറ്റ് ഊരിയ സമയത്ത് അവന് ശ്വസിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചെറിയ ടണലുണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ ഗ്രാവിറ്റി ഉണ്ട്. ഇത് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു റെയ്ലാൻഡിന്. എന്തായാലും അവിടെ ഇരിക്കുന്ന ആ കല്ല് പോലുള്ള കുഞ്ഞ് ഏലിയൻ അത്ര നിസാരക്കാരനല്ല. മനുഷ്യരെക്കാൾ അഡ്വാൻസ് ആയിരിക്കും അവരുടെ ആ ഒരു ടെക്നോളജി എല്ലാം. എന്തായാലും ഈ ഒറ്റപ്പെട്ട ആകാശത്തിൽ ഈ സ്പേസിൽ എനിക്കൊരു കൂട്ടുകാരനെ കിട്ടിയല്ലോ എന്നൊരു സന്തോഷമാണ് ഇപ്പൊ റെയ്ലാൻഡിന്. പിന്നീട് ആ ഒരു ഏലിയൻ കൊടുത്ത ആ ഒരു മെസ്സേജുമായിട്ട് അവൻ നേരെ അവന്റെ ഷിപ്പിലേക്ക് തിരിച്ചു പോകണം. എന്നിട്ട് ആ ഒരു മെസ്സേജ് അതെന്താണെന്ന് ഡീകോഡ് ചെയ്യാണ്. അതായത് റെയ്ലാൻഡും അവന്റെ ടീമും എന്തിനാണോ ഒരു സ്പേസ് ഷിപ്പ് എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നത്, ആസ്ട്രോഫേജ്, അതിൽ നിന്നും എങ്ങനെ സൂര്യനെ രക്ഷപ്പെടുത്താൻ എന്ന് നോക്കാനല്ലേ. ഈ ഏലിയൻസും അതിന് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അവരുടെ സോളാർ സിസ്റ്റവും ഈ ആസ്ട്രോഫേജ് കാരണം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊരു പരിഹാരം കണ്ടുപിടിക്കാനായിട്ടാണ് ഇപ്പൊ ഈ ഒരു ഏലിയൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം റെയ്ലാൻഡ് ഇപ്പോൾ ഈ ഒരു ഏലിയന്റെ അടുത്തേക്ക് തിരിച്ചു ചെന്നിട്ട് പറയാണ്, നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ സോളാർ സിസ്റ്റത്തെ രക്ഷപ്പെടുത്തണം. പക്ഷേ അതിനുവേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കണം. എന്നാൽ പല വഴിയും റെയ്ലാൻഡ് നോക്കുന്നുണ്ടെങ്കിലും ഈ ഏലിയൻസിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കാനുള്ള ഒരു വഴി കിട്ടുന്നില്ല. അതായത് യൂണിവേഴ്സൽ ലാംഗ്വേജ്, അത് നമ്പറാണ്, മാത്സ് ആണ് എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു മെത്തേഡ് വെച്ചാണ് റെയ്ലാൻഡ് ഈ ഏലിയനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഒരു ടേപ്പെല്ലാം അതിന് ഇട്ടുകൊടുത്ത് അതുവഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ ഏലിയൻ അതെന്താ ചെയ്യുന്നതെന്ന് അറിയോ, ഇത് ഇങ്ങോട്ടും വലിച്ച് പിള്ളേരെ പോലെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ബുദ്ധിയില്ലാത്ത ഏലിയൻ സിവിലൈസേഷൻ ആണെന്ന് തോന്നുന്നു. എന്തായാലും പിന്നീട് ഒരു വാച്ച് കൊണ്ടുവന്ന് അതിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എവിടെ അതിനതും മനസ്സിലാവുന്നില്ല. ഈ നേരത്താണ് റെയ്ലാൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് ഈ ഏലിയൻ ഉണ്ടല്ലോ അതിന്റെ സ്പേസ്ഷിപ്പിന്റെ ഉള്ളിൽ നല്ല ഇരുട്ടാണ്. അതായത് ഇവറ്റകൾക്ക് നോർമലായ രീതിയിലുള്ള കാഴ്ചകളില്ല. അതിന്റെ കാഴ്ച മറ്റൊരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ റെയ്ലാൻഡ് അവന്റെ ക്ലോക്കിൽ ചില മാറ്റങ്ങൾ വരുത്തി. അത് ഈ ഏലിയന് കാണിച്ചു കൊടുത്തപ്പോൾ അപ്പം മനസ്സിലായി ആ ഏലിയന് കാര്യങ്ങൾ. അതായത് മാത്സ് അതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് തന്നെ. എന്തായാലും ഇതുപയോഗിച്ച് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. സംസാരം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ കേട്ടാ. അതായത് നമ്മൾ സംസാരിക്കുന്നത് പോലെ എന്താടാ സുഖല്ലേ, സുഖാടാ എന്ന രീതിയിലൊന്നും അല്ല കേട്ടാ. അതായത് ആ ഒരു ഏലിയൻ അതിന്റെ ആ ഒരു സ്പേസ്ഷിപ്പിന്റെ ഉള്ളിലേക്ക് ചെന്ന് ഒരു ഡിവൈസ് എടുത്തുകൊണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഒരു പ്രത്യേകതരം അക്ഷരങ്ങൾ അതിലുണ്ടായിരുന്നു കേട്ടോ. അതാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അത് നന്നായിട്ട് തന്നെ റെയ്ലാൻഡ് നോക്കി പഠിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സിസ്റ്റം അവനുണ്ടാക്കിയെടുക്കുകയാണ്. മാത്രമല്ല ഈ ഒരു ഏലിയന് അവനൊരു പേരും വെച്ചു, റോക്കി. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അത് വ്യക്തമായിട്ട് തന്നെ ക്യാമറയിൽ
നമ്മുടെ റെയ്ലാൻഡ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് അവൻ ഇവിടെ വെച്ചൊരു ഫ്രണ്ടിനെ കിട്ടി, ഒരു ഏലിയൻ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയണം. ഇതേ നേരം തന്നെ നമ്മുടെ റോക്കി ആണെങ്കിലോ കാര്യമായിട്ടുള്ള എന്തൊക്കെയോ ചില പരീക്ഷണത്തിലാണ്, എന്തോ ഒന്ന് അവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് എത്തിയ റെയ്ലാൻഡ് അവനോട് പറയാണ്, അല്ല നിനക്ക് ഈ ആസ്ട്രോഫേജിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? അവൻ അതിനെക്കുറിച്ച് നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് തേടി തന്നെയാണ് അവൻ ഇങ്ങോട്ടേക്കും വന്നത്. ഈ ആസ്ട്രോഫേജുകളെ എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ തടയാം, അതിനെക്കുറിച്ച് തന്നെയാണ് റോക്കിയും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ റെയ്ലാൻഡിന്റെ കൂടെ ആരും വന്നിട്ടില്ല എന്ന് റോക്കി ചോദിക്കുമ്പോൾ വന്നായിരുന്നു, പക്ഷേ അവരെല്ലാവരും മരിച്ചുപോയി, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാന്ന് പറയാണ്. അപ്പൊ റോക്കി പറയാണ്, ഏയ് പേടിക്കേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നമുക്ക് ഒരുമിച്ച് ഈ ആസ്ട്രോഫേജിനെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ അവൻ പറയാണ്. അങ്ങനെ ഇവർ കുറെ നേരം പരീക്ഷണങ്ങൾ ചെയ്യും. അതിനിടയിൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. നമ്മുടെ റെയ്ലാൻഡ് ആണെങ്കിൽ ഒരു മ്യൂസിക് എല്ലാം അവന് വെച്ചു കൊടുക്കുന്നുണ്ട്. എന്തോ അത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു താളത്തിന് അവൻ അങ്ങനെ മൂവ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വിശ്രമിക്കുക എന്ന് കരുതിയിട്ട് റെയ്ലാൻഡ് കിടക്കാൻ നിൽക്കുമ്പോൾ റോക്കി ആകെ പേടിച്ചുപോയി, ഇവൻ എന്താ മരിച്ചു പോവുകയാണോ എന്ന് കരുതിയിട്ട്. അപ്പൊ റെയ്ലാൻഡ് പറയണത് ഞാൻ ഉറങ്ങാൻ പോയതാണ്. ഈ സമയത്ത് റോക്കി പറയണത് ഞങ്ങളുടെ ഗ്രഹത്തിൽ ഇങ്ങനെയൊന്നുമല്ല, ഒറ്റയ്ക്ക് പോയിട്ട് ആർക്കും കിടന്നുറങ്ങാനൊന്നും കഴിയില്ല, കൂട്ടമായിട്ട് മാത്രമേ ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ കഴിയുള്ളൂ. എന്നാ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് കിടക്കാന്ന് പറയാണ്. അങ്ങനെ പതിയെ ഒന്ന് കണ്ണടിച്ചു പോയ റെയ്ലാൻഡ് വേറെയും ചില കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ്. പ്രൊജക്ട് ഹെയിൽ മേരി, ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത് 3 വ്യക്തികളാണല്ലോ. അത് അവന്റെ അടുത്ത് നേരത്തെ തന്നെ ഈവ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ കൂടുതലായിട്ട് റെയ്ലാൻഡ് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല ആ 3 പേർക്കും അറിയാം അവർ 3 പേരും തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. ഈ ഒരു മിഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ അവർ മരിക്കുകയും ചെയ്യും, തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. എന്നാൽ അവർ ഓരോരുത്തരും അവരുടെ അവസാനം എങ്ങനെയായിരിക്കണമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ റെയ്ലാൻഡിന് ആകെ പേടിയാവുകയാണ്. മാത്രമല്ല ആ ഒരു ആസ്ട്രോഫേജ് അത് വെച്ചുള്ള പരീക്ഷണങ്ങൾ ആ സമയത്ത് അവർ ചെയ്യുന്നുണ്ട്. കാരണം ഇതിനൊരു ഫ്യൂലായിട്ട് കൺവേർട്ട് ചെയ്യണ്ടേ, അതിനുവേണ്ടി നല്ലൊരു ടെക്നോളജി തന്നെ ഉപയോഗിക്കണം. മാത്രമല്ല ചെറിയൊരു അബദ്ധം പറ്റി ചെറിയൊരു എക്സ്പ്ലോഷനൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ശരിക്കും ആസ്ട്രോഫേജിന്റെ ആ ഒരു പവർ എന്താണെന്ന് ഇവർ മനസ്സിലാക്കുന്നത്. ഇവിടെ സീൻ കട്ടായി വീണ്ടും പ്രസന്റിൽ കാണിക്കുകയാണ്. നമ്മുടെ റെയ്ലാൻഡ് ഓരോ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം പുറത്തുനിന്ന് കേട്ട് അവൻ നേരെ ചെന്ന് ആ ഡോറ് തുറന്നപ്പോൾ നമ്മുടെ ആ ഒരു കല്ല് പോലത്തെ ഏലിയൻ ഉണ്ടല്ലോ റോക്കി, അവനിക്ക് വേണ്ടി ഒരു പ്രത്യേകതരം സ്യൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ ഈ ഷിപ്പിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ റെയ്ലാൻഡ് അവനോട് നിൽക്കാൻ പറഞ്ഞപ്പോൾ റോക്കി പറയണ, പേടിക്കൊന്നും വേണ്ട, എനിക്ക് ഞാൻ സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതിട്ടാൽ ഞാൻ സേഫാണ്. ഇതും പറഞ്ഞ് അവൻ അതിലൂടെ ഉരുണ്ട് ഫുള്ളായിട്ട് നോക്കുകയാണ് കേട്ടോ. അതായത് അവന്റെ സ്പേസ് ഷിപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് അവൻ പറയാണ്. ഞാൻ എന്തായാലും നിന്റെ കൂടെ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ പോവുക, ആയിക്കോട്ടെ എന്ന് നമ്മുടെ റെയ്ലാൻഡും. അതുപോലെ തന്നെ നമ്മുടെ ഭൂമി ഉണ്ടല്ലോ അതെങ്ങനെയാണെന്ന് റെയ്ലാൻഡ് ഇപ്പോൾ ഈ ഒരു റോക്കിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. വളരെ മനോഹരമാണ് നമ്മുടെ ഭൂമി എന്ന് റോക്കി പറയാണ്. അതുപോലെ തന്നെ റോക്കി ഒരു കല്യാണം കഴിച്ചതാണ് കേട്ടോ. എന്നാൽ അപ്പൊ തന്നെ ഭാര്യയെ വിട്ട് വരേണ്ടി വന്നു ഈ ഒരു മിഷന് വേണ്ടി. എന്നാൽ ഇപ്പൊ റോക്കി ഒറ്റയ്ക്കാണ് ആ ഒരു സ്പേസ് ഷിപ്പിൽ. അവന്റെ കൂടെ വന്നവർക്ക് എന്ത് സംഭവിച്ചെന്ന് അവൻ അറിയില്ല, അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് നമ്മുടെ റെയ്ലാൻഡ് കണ്ടുപിടിക്കുകയാണ്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതരം റേഡിയേഷനാണ് അതിന്റെ പിന്നിൽ. ഇങ്ങനെയുള്ള റേഡിയേഷനെ കുറിച്ച് നോളേജ് റോക്കിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവന്റെ കൂടെ വന്നവർ എങ്ങനെയാ മരിച്ചെന്ന് അവന് മനസ്സിലാവാതിരുന്നത്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ റോക്കിക്ക് നന്നായിട്ട് തന്നെ റെയ്ലാൻഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സോളാർ സിസ്റ്റത്തിലുള്ള ഒരു പ്ലാനറ്റിലേക്ക് ഇവർക്ക് പോകണം. കാരണം അവിടെ ഒരു ആസ്ട്രോഫേജിന്റെ കൂടുതലായിട്ടുള്ള സാമ്പിളുകളുണ്ട്. അപ്പൊ അത് കളക്ട് ചെയ്യണം ഇവർക്ക്. അങ്ങോട്ടേക്ക് എത്താനായിട്ട് ഏകദേശം ഒരു 11 ദിവസം എടുക്കും. അതായത് നമ്മുടെ ഭൂമിയിലെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ 24 മണിക്കൂറല്ലേ. അപ്പൊ 11x24 വെച്ച് നോക്കിയാൽ മതി, അത്രയും ദിവസം എടുക്കും. റെയ്ലാൻഡിന്റെ ഷിപ്പിലാണ് ഇപ്പൊ ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ സമയത്ത് റോക്കി അവന്റെ ഭാര്യ വല്ലാതെ മിസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ നേരത്ത് റെയ്ലാൻഡ് വേറെ ചില കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ്. അതായത് ഈ ഒരു മിഷന് വേണ്ടിയിട്ട് പരീക്ഷണങ്ങൾക്കായിട്ടൊക്കെ അവിടെ താമസിച്ച സമയത്ത് നമ്മുടെ റെയ്ലാൻഡിനെ ഈവയെ കണ്ട് വല്ലാതെ ക്രഷ് അടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അറിയാതെ തന്നെ അവളെ റെയ്ലാൻഡ് പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ സീൻ കട്ടാവുകയാണ്. കുറച്ചധികം മണിക്കൂറുകൾക്ക് ശേഷം ഇവരിപ്പോ അവർ തേടി വന്ന ആ ഒരു ഗ്രഹത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഗ്രഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. നല്ല ഇളം പച്ച നിറവും ഓറഞ്ച് നിറമൊക്കെ ആയിട്ട് കാണാൻ തിളങ്ങുന്ന ഒരു ഗ്രഹം. മാത്രമല്ല അതിന്റെ ആ ഒരു അന്തരീക്ഷത്തിൽ ആസ്ട്രോഫേജുകൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് റെയ്ലാൻഡ് അവന്റെ ഷിപ്പിൽ നിന്നും ഒരു പ്രത്യേകതരം പ്രകാശം അങ്ങോട്ടേക്ക് അയക്കുകയാണ്. അയച്ചു നോക്കുമ്പോൾ ഒരുപാടധികം ആസ്ട്രോഫേജുകൾ അവിടെ ഉണ്ട് കേട്ടോ. പിന്നീട് ഒരു സ്പേസ് സ്യൂട്ട് ഇട്ടുകൊണ്ട് അവൻ നേരെ പുറത്തേക്ക് ഇറങ്ങി അതിന്റെ കുറച്ച് സാമ്പിൾസ് അവൻ കളക്ട് ചെയ്യാണ്. അതുമായിട്ട് ഉള്ളിലേക്ക് വന്ന് റെയ്ലാൻഡും അതുപോലെ തന്നെ റോക്കിയും ആ ഒരു സാമ്പിൾ പരിശോധിക്കുമ്പോൾ ശരിയാണ്, അതിൽ ആസ്ട്രോഫേജ് ഉണ്ട്. പക്ഷേ ഇവറ്റകൾക്ക് ഇവിടെ വളരാൻ കഴിയുന്നില്ല. അതിന് കാരണം ഇവിടുത്തെ അന്തരീക്ഷത്തിൽ കാണുന്ന ഒരു പ്രത്യേകതരം ബാക്ടീരിയ ആണ്. ആ ബാക്ടീരിയകളുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ ആസ്ട്രോഫേജുകളാണ്. അപ്പൊ ആ ബാക്ടീരിയ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ആസ്ട്രോഫേജുകൾ കൂടുതലായിട്ട് സ്പ്രെഡ് ആവാത്തത്. അപ്പൊ ഇതാണ് അതിന്റെ ആ ഒരു കാരണം. എന്തിനാണോ ഇവർ ഇങ്ങോട്ടേക്ക് വന്നത് അത് ഇവർ രണ്ടുപേരും കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്നാൽ കണ്ടുപിടിച്ചാൽ മാത്രം പോരല്ലോ, ആസ്ട്രോഫേജുകളെ തിന്നു തീർക്കുന്ന ഈ ബാക്ടീരിയയുടെ നല്ലൊരു സാമ്പിൾ ഇവർക്ക് എടുക്കണം. അതിനായിട്ട് ആ ഒരു ഗ്രഹത്തിലേക്ക് പോകണം. പക്ഷേ അതൊരിക്കലും പോസിബിൾ അല്ല. എന്നാൽ ആ ഗ്രഹത്തിന്റെ കട്ടിയുള്ള മേഘങ്ങൾക്കിടയിൽ പോയാൽ ചിലപ്പോൾ നല്ല സാമ്പിൾസ് എടുക്കാൻ കഴിയും. എന്നാലും അവിടം വരെ പോയി വരിക എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. ആ ഗ്രഹത്തിന്റെ ഗ്രാവിറ്റി ഇവർ അതിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. ഈ സമയത്താണ് നമ്മുടെ റോക്കി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് വരെ നമുക്ക് പോകാം. അതിനുശേഷം ചങ്ങലയിട്ട ഒരു പ്രത്യേക ബോക്സ് നമുക്ക് ആ ഒരു മേഘക്കൂട്ടങ്ങളിലേക്ക്
വെള്ളത്തിലേക്ക് എറിഞ്ഞ് അവിടുത്തെ ബാക്ടീരിയ സാമ്പിൾ കളക്ട് ചെയ്യാം. അതായത് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് പോലെ. ഇതൊരു നല്ല ഐഡിയ ആയിട്ട് റെയ്ലാൻഡിന് തോന്നുകയാണ്. പിന്നീട് അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇവർ രണ്ടുപേരും ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇവരുടെ ആ ഒരു ഷിപ്പിനെ നിയന്ത്രിക്കാനായിട്ട് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിന്റെ ആ അന്തരീക്ഷം വളരെയധികം ഡിഫറന്റ് ആണ്. ഇതിനിടയിൽ അവിടെ ഓണാക്കി വെച്ച ക്യാമറയിലേക്ക് നമ്മുടെ റോക്കി നോക്കിയിട്ട് എന്തൊക്കെയോ അവൻ അത് റെക്കോർഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ റെയ്ലാൻഡ് പറയാണ് ഇതൊന്നും ആർക്കും ഇപ്പൊ കാണാൻ കഴിയില്ല, ഏകദേശം 10-12 വർഷം എടുക്കും ഭൂമിയിലുള്ള എന്റെ ആളുകൾ ഇത് കാണാനായിട്ട്. ഞാൻ ഇവിടുന്ന് ആ ഒരു ബാക്ടീരിയ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്താലും ഏകദേശം അത്രയും സമയം എടുക്കും അത് അങ്ങോട്ടേക്ക് എത്താൻ. ഇപ്പൊ നമ്മുടെ റോക്കി ചോദിക്കുകയാണ്, അല്ല അപ്പൊ നീ നിന്റെ ഗ്രഹത്തിലേക്ക് തിരിച്ചു പോകുന്നില്ലേ? റെയ്ലാൻഡ് പറയണ അതിന് പറ്റില്ല, കാരണം എന്റെ കയ്യിൽ അതിന് മാത്രമുള്ള ആസ്ട്രോഫേജുകളൊന്നുമില്ല. ആസ്ട്രോഫേജിനെ ഇവർ ഇന്ധനമാക്കിയാണല്ലോ ഉപയോഗിക്കുന്നത്, അപ്പോൾ തിരിച്ചു പോകാനുള്ള ഇന്ധനം എന്റെ കയ്യിലില്ല എന്ന് റെയ്ലാൻഡ് പറഞ്ഞു. അപ്പൊ റോക്കി പറയാണ് ആസ്ട്രോഫേജിനെ തന്നെയാണ് ഞാനും ഇന്ധനമാക്കിയിരിക്കുന്നത്, പക്ഷേ എന്റെ ഷിപ്പിൽ അത് കുറച്ച് അധികം ഉണ്ട്, അതിന്റെ പകുതി മതിയാവും എനിക്ക് എന്റെ ഗ്രഹത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ പകുതി ഞാൻ നിനക്ക് തരാം, അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗിച്ച് നിന്റെ ഗ്രഹത്തിലേക്ക് നിനക്ക് തിരിച്ചു പോകാലോ. ഇത് കേട്ടപ്പോൾ റെയ്ലാൻഡിന് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. അതായത് ഇവിടെ കിടന്ന് മരിക്കണ്ടല്ലോ, തിരിച്ചു പോകാൻ കഴിയുമല്ലോ. ഇതിനുശേഷം വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് നമ്മുടെ റെയ്ലാൻഡും അതുപോലെ തന്നെ ഈവ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവരുടെ ഒരു പരീക്ഷണം നടന്ന സ്ഥലത്ത് വലിയൊരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നത്. ഇവിടെ സീൻ കട്ടായി വീണ്ടും പ്രസന്റിൽ കാണിക്കുകയാണ്. അതായത് റെയ്ലാൻഡ് ആ ഒരു ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് പൂർണ്ണമായിട്ടും കടന്നിട്ടില്ല, എന്നാൽ കടന്നിട്ടുമുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ സേഫ് ആയിട്ട് ഒരു ഭാഗത്ത് ഇവർ നിൽക്കുന്നത്. ഇതേ നേരം തന്നെ നമ്മുടെ റോക്കി ആ വലിയ സാമ്പിൾ കളക്ട് ചെയ്യുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, അത് വലിയൊരു ചങ്ങല ഉപയോഗിച്ച് താഴേക്ക് ഇറക്കുകയാണ്. എന്നിട്ട് മേഘങ്ങൾക്കിടയിൽ നിന്നും ആ ഒരു സാമ്പിൾ പതിയെ കളക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത് മുകളിലേക്ക് പൊക്കിയെടുക്കാനായിട്ട് ഇപ്പൊ റെയ്ലാൻഡ് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ അത് അത്ര എളുപ്പമായിരുന്നില്ല. ആ ഒരു സ്പേസ് സ്യൂട്ട് ഇട്ട് അവന്റെ ദേഹത്ത് ഒരു റോപ്പും കണക്ട് ചെയ്തിട്ട് ഒരു വിധത്തിൽ അവൻ ആ ഒരു ചങ്ങല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ഇവരുടെ സ്പേസ് ഷിപ്പിന്റെ കൺട്രോൾ ഇവരുടെ കയ്യിൽ നിന്നും നഷ്ടമാകുന്നത്. കാരണം ഇതൊരു വലിയ ഗ്രഹമാണ്, അതിന്റെ ആ ഒരു ഗ്രാവിറ്റി ഇവരെ അതിലേക്ക് വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ റോക്കി പറയുന്നുണ്ട്, റെയ്ലാൻഡ് അത് വിട്ടേക്ക്, നമുക്ക് പിന്നെ കളക്ട് ചെയ്യാന്ന്. എന്നാൽ റെയ്ലാൻഡ് പറയാണ് ഇത് നമ്മുടെ അവസാനത്തെ അവസരമാണ്, മിസ്സാക്കാൻ പറ്റില്ല. ഇതേ നേരം ഒരു ഷീറ്റ് വന്ന് അവന്റെ ദേഹത്ത് ഒരൊറ്റ അടി അടിക്കുന്നുണ്ട്. അതായത് ഷിപ്പിന്റെ പല ഭാഗവും ചെറുതായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഷീറ്റ് വന്ന് അടിച്ചതിൽ അവന് നല്ല പരിക്ക് പറ്റുന്നുണ്ട്. എന്നാലും എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ റെയ്ലാൻഡ് ഷിപ്പിന്റെ ഉള്ളിലേക്ക് വേഗം കയറുകയാണ്. അതിന്റെ ഒരു ഡോറ് ക്ലോസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും പൂർണ്ണമായിട്ടും ആ ഗ്രഹത്തിന്റെ ഗ്രാവിറ്റിയിൽ ഇവരുടെ ഒരു സ്പേസ് ഷിപ്പ് പെട്ടുപോയിട്ടുണ്ട്. പതിയെ പതിയെ ആ ഗ്രഹത്തിലേക്ക് ഷിപ്പ് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ റെയ്ലാൻഡ് സാധാരണ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പവർ ഷിപ്പിന് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ഗ്രാവിറ്റിക്കെതിരെയായിട്ട് കുറച്ചധികം ബലം വന്ന സമയത്ത് ആ ഗ്രാവിറ്റിയിൽ നിന്നും പതിയെ പതിയെ രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാനായിട്ട് റെയ്ലാൻഡിന് കഴിഞ്ഞു. ഏകദേശം സേഫ് ആയി എന്ന് തോന്നിയ സമയത്ത് റെയ്ലാൻഡ് വേഗം തന്നെ എഞ്ചിൻ ഓഫ് ആക്കുകയാണ്. എന്നാൽ ഓഫ് ആക്കിയിട്ടും ഇവരുടെ ഷിപ്പ് മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ്. പിന്നീട് നോക്കിയപ്പോഴല്ലേ ഒരു കാര്യം മനസ്സിലായത്, ഇവരുടെ ഫ്യൂവൽ ടാങ്കിന് ചെറുതായിട്ടൊരു ഹോള് വീണിട്ടുണ്ട്. അതിൽ നിന്നും ഫ്യൂവൽ ലോസ് ആയി അതിന് തീ പിടിച്ച് അതിന്റെ ആ ഒരു ഫോഴ്സിലാണ് ഇപ്പോഴും ഷിപ്പ് മുന്നോട്ടേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതും യാതൊരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അതായത് റെയ്ലാൻഡ് വിചാരിക്കുന്ന ദിശയിലേക്കല്ല ഷിപ്പ് ഇപ്പം മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. അവസാനം റെയ്ലാൻഡ് എന്താക്കി, ഫ്യൂവല് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലാന്ന് കരുതിയിട്ട് ആ ടാങ്ക് അതങ്ങോട്ട് ഉരി വിടുകയാണ്. എന്നാൽ ആ ഒരു ഫോഴ്സിൽ ഷിപ്പ് കുറച്ചുകൂടി വേഗത്തിൽ അങ്ങ് കറങ്ങുകയാണ്. ആ കറക്കത്തിൽ റെയ്ലാൻഡും അതുപോലെ തന്നെ റോക്കിയും കൂടെ രണ്ട് ഭാഗത്തേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. ആ സമയത്ത് ഷിപ്പിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഗ്രാവിറ്റി ഓഫ് ആവുകയാണ്. ഒരു കൺട്രോളും ഇല്ലാതെ റെയ്ലാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ട് തെറിച്ചു പോയി വീണ് അവനിപ്പോൾ എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഗ്രാവിറ്റി ഓൺ ആക്കാനുള്ള ആ ഒരു സ്വിച്ച് അത് അമർത്താനും അവനെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോഴേക്കും അവന്റെ ബോധം നഷ്ടമാകുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഷിപ്പ് അധികം വൈകാതെ തകർന്നു പോകുന്നു മനസ്സിലായ റോക്കി അവൻ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ആ ഒരു സ്വിച്ച് അമർത്തണം എന്ന് തീരുമാനിക്കുകയാണ്. പക്ഷെ അവൻ ഇട്ടിരിക്കുന്ന ആ ഒരു സ്യൂട്ട് ഉണ്ടല്ലോ, ആ സ്യൂട്ടിന്റെ പുറത്തേക്ക് വന്നാൽ മാത്രമേ ഗ്രാവിറ്റിയുടെ സ്വിച്ച് ഓണാക്കാൻ കഴിയുള്ളൂ. എന്നാൽ ആ സ്യൂട്ടിൽ നിന്നും റോക്കി പുറത്തേക്ക് വന്നാൽ അവന്റെ ജീവന് ഇത് ആപത്താണ്. എന്നാൽ അതുപോലും നോക്കാതെ റോക്കി ആ സ്യൂട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആ സ്വിച്ച് അമർത്തുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഗ്രാവിറ്റി തിരിച്ചു വന്നു. ഒരു കൺട്രോളും ഇല്ലാതെ ഷിപ്പിലൂടെ പാറി നടക്കുന്ന റെയ്ലാൻഡ് താഴെ വന്ന് വീഴുകയാണ്. നിലത്ത് വീണ റെയ്ലാൻഡിനെ വേഗം തന്നെ റോക്കി നേരെ കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നത് മറ്റേ ഒരു റോബോട്ട് ഉണ്ടല്ലോ അതിന്റെ അരികിലാണ്. റെയ്ലാൻഡിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സപ്പോർട്ടൊക്കെ വേഗം തന്നെ ആ റോബോട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് പാവം നമ്മുടെ റോക്കി അവന്റെ ഉള്ളിൽ നിന്നും കുറെ പുക വന്നിട്ട് അവൻ അവിടെ വീണു പോവാണ്. അതായത് ഇതിന്റെ ഉള്ളിലെ അന്തരീക്ഷം അവന് പറ്റില്ലല്ലോ. ഇപ്പൊ ബോധമില്ലാതെ കിടക്കുന്ന നമ്മുടെ റെയ്ലാൻഡിന് പഴയ ചില കാര്യങ്ങൾ വീണ്ടും ഓർമ്മ വരികയാണ്. അതായത് അവനും ഈവയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്ലാസ്റ്റ് നടന്നില്ലേ, ആ ബ്ലാസ്റ്റിൽ പ്രൊജക്ട് ഹെയിൽ മേരിക്ക് വേണ്ടി പോകേണ്ടിയിരുന്ന ആ ഒരു സയന്റിസ്റ്റ് മരണപ്പെട്ടു പോവാണ്. ഇവർക്ക് വേറൊരു വഴിയില്ല, മറ്റൊരാളെ കണ്ടുപിടിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് തന്നെ ഈവ വന്ന് റെയ്ലാൻഡിനോട് കൂടെ വരുമെന്ന് ചോദിക്കുകയാണ്. ആദ്യമൊക്കെ റെയ്ലാൻഡ് പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ഒരു 3 മണിക്കൂർ അവൻ ഇവര് സമയം കൊടുക്കുകയാണ്. എനിക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ഇപ്പൊ ഈവ പറയണം, ഞങ്ങൾ അന്വേഷിച്ചു, നിങ്ങൾക്ക് അങ്ങനത്തെ യാതൊരു ബന്ധങ്ങളും ഇല്ലാന്ന് ഞങ്ങൾക്കറിയാം. എന്തിനു പറയണം, ഒരു പട്ടിക്കുഞ്ഞിനെ വരെ പെറ്റായിട്ട് നിങ്ങൾ വെച്ചിട്ടില്ല. അതുകൊണ്ട് 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ തീരുമാനിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയണം. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു പ്രസന്റിൽ കാണിക്കുകയാണ്. ബോധമില്ലാതെ കിടന്ന റെയ്ലാൻഡ് ഇപ്പൊ കണ്ണു തുറക്കുകയാണ്. അവൻ വന്നു നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന റോക്കിയാണ് കാണുന്നത്. ഭയങ്കരമായിട്ട് റെയ്ലാൻഡിന് വിഷമമാണ്. മാത്രമല്ല റോക്കി മരിക്കുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ ലാപ്ടോപ്പിൽ ഒരു കാര്യം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ രണ്ടുപേരുടെയും ലോകത്തിന്
ജീവിതത്തിനെ നീ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും പിന്നീട് റെയ്ലാൻഡ് ഒരുപാട് വിഷമുണ്ടെങ്കിലും അവർ കൊണ്ടുവന്ന ഒരു സാമ്പിൾ ഉണ്ടല്ലോ, ആ സാമ്പിൾ എടുത്ത് ആ ബാക്ടീരിയ എന്താണെന്നോ അത് ആസ്ട്രോഫേജിനെ നശിപ്പിക്കുമോ എന്നും വ്യക്തമായിട്ട് പരീക്ഷണങ്ങൾ നടത്തിയ സമയത്ത് ശരിയാണ്, ആ ബാക്ടീരിയകൾ ആസ്ട്രോഫേജിനെ തിന്നില്ലാതാക്കുകയാണ്. ഇവരെന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്നത് ആ കാര്യം ഇവർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ ബാക്ടീരിയ എത്ര സേഫ് ആയിട്ട് വെക്കാൻ കഴിയും അത്രയും സേഫ് ആയിട്ട് തന്നെ റെയ്ലാൻഡ് വെക്കുന്നുണ്ട്. നല്ല നല്ല കണ്ടെയ്നറിൽ അതിനെ സൂക്ഷിച്ച് അതിനെ കൂടുതലായിട്ട് അവൻ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിനെ വളരെ സേഫ് ആയിട്ട് തന്നെ ഭൂമിയിലേക്ക് എത്തിക്കണം, അതിനുള്ള വഴിയാണ് അവൻ നോക്കുന്നത്. അങ്ങനെ ഒരു 5-6 ദിവസങ്ങൾ കടന്നുപോയി. അവനിങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കൈ വന്ന് അവന്റെ ദേഹത്ത് തട്ടുകയാണ്. നോക്കുമ്പോൾ ആരാണ്? നമ്മുടെ റോക്കി. അവൻ മരിച്ചിട്ടില്ലായിരുന്നു. അതായത് ഇവിടുത്തെ അന്തരീക്ഷത്തിൽ എക്സ്പോസ് ആയ സമയത്ത് ആരോഗ്യം ക്ഷയിച്ചു പോയി അവൻ വീണു എന്നേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് തന്നെ അവന്റെ സ്യൂട്ടിലേക്ക് കയറിയതുകൊണ്ട് പതിയെ പതിയെ അവന്റെ ബോഡി ഓക്കെ ആയി വന്നു. ഇപ്പൊ ജീവനും തിരിച്ചു കിട്ടി. എന്തായാലും ഇത് കണ്ട് സന്തോഷമായ റെയ്ലാൻഡ് റോക്കിയോട് അവൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല ഈ ബാക്ടീരിയകളെ സേഫ് ആയിട്ട് തന്നെ കണ്ടെയ്നേഴ്സിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുമുണ്ട്. അതായത് റോക്കി, നമ്മൾ ഇവിടെ വിജയിച്ചു കഴിഞ്ഞു, നമ്മുടെ ലോകത്തെ നമ്മൾ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നീട് അവനെയും കൂട്ടിയിട്ട് ആ ഒരു കുറെ ടിവിയും ഡിസ്പ്ലേകൾ ആ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ഭൂമിയിൽ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുക, കുറെ പടക്കങ്ങളും അതും ഇതൊക്കെ പൊട്ടിച്ചിട്ടില്ലേ, അതിപ്പോ റോക്കിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ റോക്കി എന്താക്കി ഒരു പ്രത്യേക രീതിയിൽ അവനൊക്കെ വസ്ത്രം ധരിച്ച് അവരുടെ ഗ്രഹത്തിൽ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാന്ന് കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ ആസ്ട്രോഫേജിനെ തിന്നുന്ന ബാക്ടീരിയയുമായിട്ട് രണ്ടുപേർക്കും രണ്ടുപേരുടെ ഗ്രഹത്തിലേക്കും പോകാനുള്ള സമയമായി. അപ്പൊ ആ ഒരു സമയത്ത് റെയ്ലാൻഡ് എന്താക്കി ഒരു ലാപ്ടോപ്പ് എടുത്ത് റോക്കിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഭൂമി, നമ്മൾ മനുഷ്യർ എങ്ങനെയാണോ ഇങ്ങനെയുള്ള എല്ലാ വിവരവും ഇതിലുണ്ട്, നീ അത് നോക്കി പഠിച്ചോ എന്ന് പറയാണ്. എന്നാൽ ഇതേ നേരം തന്നെ റോക്കി പറയാണ്, എനിക്ക് നിനക്ക് തരാനായിട്ട് ഒന്നുമില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ സമയത്ത് റെയ്ലാൻഡ് പറയണം, ഒന്നും വേണ്ട, നിന്റെ സ്പേസ്ഷിപ്പ് അതൊന്ന് കാണിച്ചു തന്നാൽ മതി എന്ന് പറയാം. അങ്ങനെ ഈ റോക്കിയുടെ സ്പേസ്ഷിപ്പിന്റെ ഉള്ളിൽ എങ്ങനെ സർവ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു സ്യൂട്ട് ഇട്ടുകൊണ്ട് റെയ്ലാൻഡ് ഇപ്പൊ അതിന്റെ ഉള്ളിലേക്ക് പോകാൻ കേട്ടോ. ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഒരു വേറെ തന്നെ ലോകമായിരുന്നു ആ ഒരു സ്പേസ്ഷിപ്പ്. ചില കാര്യങ്ങളൊക്കെ റോക്കിക്കും അവന്റെ ആ ഒരു ഗ്രഹത്തിലുള്ള ആൾക്കാർക്കും അറിവ് കുറവാണെങ്കിലും ടെക്നോളജിക്കലി ഇവർ ഭയങ്കര അഡ്വാൻസ് ആണ്. നമുക്കറിയാവുന്ന എല്ലാം അവർക്ക് അറിയണമെന്നും അവർക്കറിയുന്ന എല്ലാം നമുക്ക് അറിയണമെന്നും നിർബന്ധമൊന്നുമില്ലല്ലോ. എന്തായാലും റോക്കിയുടെ സ്പേസ്ഷിപ്പിന്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ റെയ്ലാൻഡിന് ഒരു കാര്യം ഉറപ്പാണ്, ടെക്നോളജിക്കലി മനുഷ്യരെക്കാൾ എത്രയോ അഡ്വാൻസ്ഡ് ആണ് ഈ ഒരു ഏലിയൻസ്. ഇവിടെ വെച്ച് വേറെയും ചില കാര്യങ്ങൾ റെയ്ലാൻഡിന് ഓർമ്മ വരുന്നുണ്ട്. അതായത് അവന് ആലോചിക്കാൻ വേണ്ടി 3 മണിക്കൂർ ഈവ കൊടുത്തല്ലോ, ആ 3 മണിക്കൂറിന് ശേഷം ഈവ വന്നു. അപ്പൊ റെയ്ലാൻഡ് പറയണ, ഇല്ല മരിക്കുമെന്ന് ഉറപ്പുള്ള ആ ഒരു മിഷന് വേണ്ടി എനിക്ക് ഇറങ്ങി തിരിക്കാനൊന്നും കഴിയില്ല. പെട്ടെന്നാണ് ആ റൂമിലേക്ക് ചില ആൾക്കാർ വരുന്നത്. അപകടം മനസ്സിലായ റെയ്ലാൻഡ് ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും എല്ലാവരും ചേർന്ന് അവനെ പിടിച്ച് മയക്കുസൂചി കുത്തിവെച്ച് ബോധം കെടുത്തി. അങ്ങനെയാണ് ഈ സ്പേസ്ഷിപ്പിലേക്ക് അവനെ കൊണ്ടുവന്നിട്ടത്. അല്ലാതെ നമ്മുടെ ലോകത്തെ രക്ഷപ്പെടുത്തണം എന്നുള്ള ആ വലിയ മനസ്സുകൊണ്ടൊന്നുമല്ല അവൻ ഇതിൽ വന്ന് പെട്ടത്, അവനെ കൊണ്ടുവന്നിട്ടതാണ്. പക്ഷേ അതെന്തായാലും ഒരു നല്ല തീരുമാനമായിരുന്നു. അങ്ങനെ സമയമായി നമ്മുടെ റെയ്ലാൻഡിന് ഭൂമിയിലേക്ക് തിരിച്ചു വരണം, റോക്കിക്കാണെങ്കിൽ അവന്റെ ഗ്രഹത്തിലേക്കും പോകണം. അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പറഞ്ഞ് ഒരുപാട് വിഷമത്തോട് കൂടിയിട്ട് രണ്ടുപേരുടെ സ്പേസ്ഷിപ്പും 2 ദിശയിലേക്കായിട്ട് പോവുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോയി. ഏകദേശം ഒരു 5-6 ദിവസം കഴിഞ്ഞ സമയത്ത് റെയ്ലാൻഡിന് അവന്റെ ആ ഒരു സ്പേസ്ഷിപ്പിലെ AI സിസ്റ്റം ഉണ്ടല്ലോ മേരി, പെട്ടെന്ന് തന്നെ ഒരു ഡേഞ്ചർ അലേർട്ട് കൊടുക്കുകയാണ്. അതായത് ആ ബാക്ടീരിയകൾ അതിനെ സൂക്ഷിച്ച കണ്ടെയ്നറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. അത് വലിയ ഡേഞ്ചറാണ്. കാരണം എന്താണ്, അവറ്റകൾ ഏറ്റവും കൂടുതൽ ഭക്ഷിക്കുന്നത് ഈ ആസ്ട്രോഫേജ് ാണ്. എന്നാൽ ഈ ആസ്ട്രോഫേജ് ആണ് ഇപ്പൊ ഈ ഒരു ഷിപ്പിലെ ഇന്ധനം എന്ന് പറയുന്നത്. അതായത് ബാക്ടീരിയ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്പേസ് ഷിപ്പിലെ ഇന്ധനം മുഴുവനായിട്ടും തീരും. വേഗം തന്നെ റെയ്ലാൻഡ് പോയിട്ട് ആ ബാക്ടീരിയകളെ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള മറ്റൊരു കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റുകയാണ്. എന്നിട്ടൊരു കാര്യം തീരുമാനിക്കുകയാണ്, ഇവന്റെ ഷിപ്പിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും റോക്കിയുടെ ഷിപ്പിലും ഇതുപോലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തണം. അതായത് 2 ഓപ്ഷനേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ ഭൂമിയിലേക്ക് പോവുക, അല്ലെങ്കിൽ റോക്കിയെ രക്ഷപ്പെടുത്താനായിട്ട് അവന്റെ അടുത്തേക്ക് പോവുക. അങ്ങനെ അവസാനം റെയ്ലാൻഡ് ഒരു തീരുമാനം എടുക്കുകയാണ്, രണ്ടും ചെയ്യാം. എങ്ങനെയാണ്? അതായത് ആ ബാക്ടീരിയസിനെ സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റി കുഞ്ഞു റോക്കറ്റ് പോലെ ഒരു സംവിധാനം ഉണ്ടാക്കി ഇതിനെല്ലാം അതിലേക്ക് വെക്കുകയാണ്. മാത്രമല്ല അതിന് പോകാനായിട്ടുള്ള ഇന്ധനവും അതിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് ആ ബാക്ടീരിയയെ കുറിച്ച് റെയ്ലാൻഡ് പഠിച്ചു വെച്ച എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ചെറിയ ഒരു എന്താ പറയാ ക്യാപ്സ്യൂൾ പോലെയുള്ള ഷിപ്പുകൾ ഉണ്ടല്ലോ, അത് നേരെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ഇതിനുശേഷം റെയ്ലാൻഡ് അവന്റെ സുഹൃത്തായിട്ടുള്ള ഏലിയൻ റോക്കിയെ രക്ഷപ്പെടുത്താനായിട്ട് റോക്കിയുടെ ഷിപ്പ് പോയ ആ ഡയറക്ഷനിലേക്ക് പോവുകയാണ്. കുറച്ചധികം മണിക്കൂറുകൾക്ക് ശേഷം റെയ്ലാൻഡ് അത് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അവൻ വിചാരിച്ചതുപോലെ തന്നെ റോക്കിയുടെ ഷിപ്പിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. വേഗം തന്നെ എങ്ങനെയാണോ ആ ഒരു ഷിപ്പിലേക്ക് അവൻ പോവുക, അതുപോലെ തന്നെ ആ ചെറിയ ടണലിലൂടെ അവൻ പോയി നോക്കിയിട്ട് ആ ഒരു ഗ്ലാസ് പോലത്തെ ഡോർ ഉണ്ടല്ലോ അതിൽ ഒരുപാട് തവണ അവൻ തട്ടി. എന്നാൽ റോക്കി വരുന്നില്ല. അതായത് അവൻ മരിച്ചിട്ടുണ്ടാവും എന്ന് റെയ്ലാൻഡ് വിചാരിക്കുകയാണ്. അവൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ നിന്നും റോക്കി ഓടി വരികയാണ്. പിന്നീട് റോക്കിയോട് റെയ്ലാൻഡ് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാണ്. അതായത് ഈ ബാക്ടീരിയ നമ്മൾ വെച്ച കണ്ടെയ്നറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, കുറച്ചുകൂടെ അതിനെ സുരക്ഷിതമാക്കി വെക്കണം, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട്
തീർച്ചയായിട്ടും നമ്മുടെ ഇന്ധനത്തെ അതായത് ആസ്ട്രോഫേജിനെ തിന്നു തീർക്കും. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പൊ നമ്മുടെ റോക്കിയുടെ ഷിപ്പിലേക്ക് റെയ്ലാൻഡിന്റെ ഷിപ്പിലുണ്ടായിരുന്ന ആ ഒരു ഫ്യൂല് കൂടെ മാറ്റി അതിനുശേഷം റോക്കിയുടെ ഗ്രഹത്തിലേക്ക് ഇവർ രണ്ടുപേരും പോവുകയാണ്. അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഭൂമിയിൽ കാണിക്കുകയാണ് ഈ ആസ്ട്രോഫേജിന്റെ എഫക്ട് കാരണം ഭൂമിയിൽ ഭയങ്കരമായിട്ടുള്ള തണുപ്പ് വന്നിട്ടുണ്ട്, വെള്ളക്കാകെ ഫ്രീസ് ആയി പോയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മുടെ റെയ്ലാൻഡ് അയച്ചിട്ടുള്ള ആ ബാക്ടീരിയയുടെ സാമ്പിൾ ഭൂമിയിലേക്ക് എത്തുന്നത്. അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അതിലുണ്ടായിരുന്നു. അതായത് ഇത് ഉപയോഗിച്ച് ഇനി ഭൂമിയെയും സോളാർ സിസ്റ്റത്തെയും മനുഷ്യർക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ റെയ്ലാൻഡ് ഉള്ളത് റോക്കിയുടെ ആ ഒരു ഗ്രഹത്തിലാണ്. നമ്മുടെ ഭൂമിയുടെ അത്ര ഭംഗിയില്ലെങ്കിലും അതും നല്ല ഭംഗിയുള്ള ഒരു ഗ്രഹമായിരുന്നു. ഒരു ദിവസം ആ ഗ്രഹത്തിലെ കടൽ തീരത്തൂടെ റോക്കിയും റെയ്ലാൻഡും നടക്കായിരുന്നു. അപ്പൊ റോക്കി പറയാണ്, ഞങ്ങളുടെ സയന്റിസ്റ്റുകൾ നിനക്ക് ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ ആവശ്യമായിട്ടുള്ള നല്ലൊരു സ്പേസ് ഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, വേണമെങ്കിൽ നിനക്ക് ഭൂമിയിലേക്ക് തിരിച്ചു പോകാന്ന് പറയണേ. എന്നാൽ റെയ്ലാൻഡ് പറയണേ, എനിക്കിനി ഭൂമിയിലേക്ക് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല, നിന്നെയും നിന്റെ കൂടെയുള്ളവരെയും എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയി, ഞാൻ ഇവിടെ തന്നെ നിന്നോളാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ റോക്കിക്കും സന്തോഷമാവുകയാണ്. ഇതിനുശേഷം റോക്കിയുടെ ഗ്രഹത്തിലെ കുറച്ച് പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ റെയ്ലാൻഡ് ഗ്രേസ് ടീച്ചറെ കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. എന്തായാലും സിനിമ എങ്ങനെയുണ്ട്? നല്ല രസം ഉണ്ടായിരുന്നില്ലേ? നല്ല ത്രില്ലിംഗ് ആയിരുന്നില്ലേ കേൾക്കാൻ? അപ്പൊ ഈ ഒരു കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.